എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ്, അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ച അറിയപ്പെടുന്നത്. അപ്പോൾ 1929 ഒക്ടോബർ 24 എന്ത് ചെയ്തു? ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഒരു വൻ രീതിയിലുള്ള തകർച്ചയുണ്ടായി. ഈ തകർച്ച അറിയപ്പെടുന്നത് എന്താണ്? കറുത്ത ഞായറാഴ്ച, രക്തരൂക്ഷിത ഞായറാഴ്ച, കറുത്ത വ്യാഴാഴ്ച, ഇവയൊന്നുമല്ല. ഉത്തരം ഏതാണ്? ഓപ്ഷൻ C ആണ്, കറുത്ത വ്യാഴാഴ്ച. അപ്പോൾ കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്ന സംഭവം എന്താണ്? 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി വിപണിയിലുണ്ടായ വൻ തകർച്ചയാണെന്ത്? കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. അത് വൻതോതിലുള്ള ഒരു സാമ്പത്തിക തകർച്ചയായിരുന്നു. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി വിപണിയിലുണ്ടായിരുന്ന ഈ ഒരു തകർച്ച. ഈ തകർച്ച എന്താണ്? സാമ്പത്തികമായിട്ട് യൂറോപ്പിലേക്കും ഈ ഒരു തകർച്ച എന്ത് ചെയ്തു? വ്യാപിച്ചു. അപ്പോൾ കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത് ന്യൂയോർക്ക് ഓഹരി വിപണിയിലുണ്ടായ തകർച്ചയാണ്. 1929 ഒക്ടോബർ 24 ഈ ഒരു സംഭവം ഉണ്ടായത്. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം എന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ ഏതെല്ലാം എന്ന് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത് നോക്കാം. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. അപ്പോൾ എന്താണ് ഈ 4 കാര്യങ്ങളും? എന്താണ് 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങളായിരുന്നു. അപ്പോൾ 1929 സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ ഏതൊക്കെയായിരുന്നു? യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടക്കുന്നു. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വീഴ്ച വരുത്തി. അത് സ്വാഭാവികമാണല്ലോ. സാമ്പത്തികമായിട്ടുള്ള തകർച്ച എന്ത് ചെയ്തു? തിരിച്ചടവ് വൈകുകയും ചെയ്തു. വായ്പ എടുത്തത് തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വീഴ്ച വരുത്തുകയും ചെയ്തു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങളാണെന്ത് 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഈ 4 കാര്യങ്ങളാണ്. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കുകയില്ല. ആരുടെ വാക്കുകളാണ്? മുസ്സോളിനി, ഹിറ്റ്ലർ, ചാർലി ചാപ്ലിൻ, അരിസ്റ്റോട്ടിൽ. ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്, ചാർലി ചാപ്ലിൻ്റെ വാക്കുകളാണ്. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലെ ആ വാക്കുകളാണെന്ത് ഇത്? മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കുകയില്ല എന്നുള്ള വാക്ക്. ഇത് ഒരു SCRTയിൽ എന്താണ് വലിയൊരു ഡയലോഗാണ്. അപ്പോൾ ദ ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ വലിയൊരു ഡയലോഗാണ്. അതിൽ അവസാന ഭാഗമാണ് എന്ത്? മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കുകയില്ല എന്നുള്ളത്. ഇത് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ചാർലി ചാപ്ലിനാണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യമാണിത് ഇത്. അടുത്ത ചോദ്യം അതന്നെയാണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ ആരുടേതാണ്? ചാർലി ചാപ്ലിൻ്റെ സിനിമയാണെന്ത്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ സിനിമയാണെന്ത്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നുള്ള സിനിമ. ആരുടെ സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ? ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഫാഷിസം എന്ന പദം രൂപം കൊണ്ട ലാറ്റിൻ വാക്കായ ഫാസസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഫാസസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണിത് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത്. ഈ ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഒരു കെട്ടുദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും, ഒരു ദണ്ട് ഒരു മഴു.
ഓപ്ഷൻ ഡി കുന്തവും കിരീടവും. അപ്പോൾ ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ട ലാറ്റിൻ വാക്കായ അല്ലെങ്കിൽ ഫാഷിസം എന്ന പദം രൂപം കൊണ്ട ലാറ്റിൻ വാക്കായ ഫാസസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ മഴവും. അപ്പോൾ ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ മഴവും എന്നുള്ളതാണെന്ത്? ഫാസസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. ഫാസസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന പദം രൂപപ്പെട്ടത്. അപ്പോൾ ഫാസസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന പദം രൂപപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ടും അതിന് മുകളിൽ ഒരു മഴവും. ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും വളർന്നു വരാൻ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ ഇറ്റലിയിൽ ഫാഷിസവും ജർമ്മനിയിൽ നാസിസവും ഒക്കെ വളർന്നു വരാൻ ഉണ്ടായ അനുകൂല ഘടകങ്ങൾ ഏകദേശം ഒരുപോലെയായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് സാമ്പത്തിക തകർച്ച, 2 യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, 3 ലക്ഷ്യബോധം ഇല്ലായ്മ. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നു എന്ത്? ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും വളർന്നു വരാൻ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയ ഘടകങ്ങൾ. അപ്പോൾ ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും വളർന്നു വരാൻ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയ ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? 1 സാമ്പത്തിക തകർച്ച, 2 യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, 3 എന്താണ്? ലക്ഷ്യബോധമില്ലായ്മ. ഈ 3 ഘടകങ്ങളായിരുന്നു എന്ത്? ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും വളർന്നു വരാൻ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിയ ഘടകങ്ങൾ എന്ന് പറയുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഫാസിസത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? അപ്പോൾ ഫാസിസത്തിന് എന്താണ് പൊതുവായിട്ടൊരു പ്രത്യേകതകളുണ്ട്. അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണ് ചോദ്യം. 1 ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. 1 ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. 2 ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. 3 വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. 4 കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയ പ്രചരണം. അപ്പോൾ എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന 4 എന്താണ്? ഫാസിസത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ 1, 2, 3, 4 എന്നാണ് എന്ത് ഉത്തരം വരിക. അപ്പോൾ ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നത് ഒന്നുകൂടി നോക്കാം. ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയ പ്രചരണം. ഇതൊക്കെയായിരുന്നു എന്ത്? ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ. ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നും കൂടി പറയാം. ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെയും യുദ്ധത്തെയും മഹത്വവൽക്കരിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. അതുപോലെ ഇവരുടെ പ്രചരണം എങ്ങനെയായിരുന്നു? കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിലൂടെ ആയിരുന്നത് ആശയ പ്രചരണം. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഫാസിസത്തിനുള്ളത്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ്? പുരുഷന് യുദ്ധം എന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നുള്ള വാക്കുകൾ ആരുടേതാണ്? ഹിറ്റ്ലർ, മുസോളിനി, ചാർലി ചാപ്ലിൻ ഇവയൊന്നുമല്ല. ഉത്തരം ആരാണ്? ഓപ്ഷൻ ബി ആണ്. മുസോളിനിയുടെ വാക്കുകളാണെന്ത്? പുരുഷന് യുദ്ധം എന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ്. അപ്പോൾ ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെ വക്താവായ ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണെന്ത്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നുള്ളത്. അപ്പോൾ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നുള്ള വാക്കുകൾ ഇറ്റലിയിലെ ഫാസിസ്റ്റ് നേതാവായിരുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് സ്വേച്ഛാധിപതിയായിരുന്ന ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ്. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ എത്താനിടയായ സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് എന്താണ്? താഴെ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ബെനിറ്റോ മുസോളിനി അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്താൻ ഇടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മളോട് തിരഞ്ഞെടുക്കാനാണ്. എവിടെയാണ് ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നത്? ഇറ്റലിയിലാണ്.
അപ്പോൾ നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങൾ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച കൂട്ടത്തിൽ പെട്ടിട്ടും എന്ത് ചെയ്തു? ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. 2, യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ എന്ത് ചെയ്തു? ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഈ 3 ഘടകങ്ങളാണെന്ത്? ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇറ്റലിയിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്താൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. അതാണ് ഒന്നാമത്തെ സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, അതുപോലെ തൊഴിലില്ലായ്മ, നികുതിയുടെ വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്തു? ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. മൂന്നാമത്തെ സാഹചര്യം എന്തായിരുന്നു? രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം കാരണം സമ്പന്നരെന്ത് ചെയ്തു? ഫാസിസത്തെ പിന്തുണച്ചു. ഫാസിസത്തെ പിന്തുണക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചത് എന്താണ്? രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയം മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ശക്തികളെ പിന്തുണക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഈ 3 സാഹചര്യങ്ങളാണെന്ത്? മുസോളിനിയുടെ നേതൃത്വത്തിൽ, ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇറ്റലിയിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാൻ ഇടയാക്കിയ സാഹചര്യം. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാൻ മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗം ഏതാണ്? റെഡ് ഷർട്ട്, യെല്ലോ ഷർട്ട്, ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാൻ മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ. അപ്പോൾ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാൻ മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗമാണെന്ത്? കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗം. റെഡ് ഷർട്ട് ആർതാണ്? റെഡ് ഷർട്ട് അല്ലെങ്കിൽ ചെങ്കുപ്പായക്കാർ എന്നുള്ളത് മാവോ സേതുങ്ങിൻ്റെ സൈന്യമാണ്, വിപ്ലവ സൈന്യമാണെന്ത്? റെഡ് ഷർട്ട് അല്ലെങ്കിൽ ചെങ്കുപ്പായക്കാർ എന്നത്. ഇവരാണെന്ത്? കൂമിന്താങ്ങിൻ്റെ ഭരണകേന്ദ്രം പിടിച്ചടക്കി. കൂമിന്താങ് പാർട്ടിയുടെ ഭരണകേന്ദ്രം പിടിച്ചടക്കി ചൈനയെ ജനകീയ റിപ്പബ്ലിക് ആക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളുകളാണ് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള റെഡ് ഷർട്ട് അല്ലെങ്കിൽ ചെങ്കുപ്പായക്കാർ. എന്നാൽ ബ്ലാക്ക് ഷർട്ട്സ് ആരാണ്? ബ്ലാക്ക് ഷർട്ട് ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗമാണത് ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ. ഇനി നമുക്ക് എന്താണ് തവിട്ട് കുപ്പായക്കാരെ കുറിച്ച് പഠിക്കാണ്ട്. അത് ഹിറ്റ്ലറിൻ്റെ സൈനിക വിഭാഗമാണത് തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ്. ഇതും 3 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ മുസോളിനി, ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനും സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരൻ ആരാണ്? അപ്പോൾ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനും അതുപോലെ സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരൻ ആരാണ്? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മെറ്റിയോറ്റി, മാർക്സ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മെറ്റിയോറ്റിയാണ്. അപ്പോൾ മെറ്റിയോറ്റിയാണ് എന്ത്? ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനും സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരൻ. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനും അതുപോലെ സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് ആര്? മെറ്റിയോറ്റി. ഈ മെറ്റിയോറ്റിയെ എന്ത് ചെയ്തു? ഫാസിസ്റ്റ് ശക്തികൾ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ തെരുവിൽ വെച്ച് എന്ത് ചെയ്തു? വധിക്കുകയും ചെയ്തു. അപ്പോൾ മെറ്റിയോറ്റിയെ ഫാസിസ്റ്റ് ശക്തികൾ തെരുവിൽ വെച്ച് വധിക്കുകയും ചെയ്തു. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനും അതുപോലെ ശക്തമായ രീതിയിൽ ഫാസിസ്റ്റുകളെ എഴുത്തിലൂടെയൊക്കെ എതിർത്ത ആളുമായിരുന്നു മെറ്റിയോറ്റി എന്ന സാഹിത്യകാരൻ. ഇദ്ദേഹത്തെ ഫാസിസ്റ്റ് ശക്തികൾ എന്ത് ചെയ്തു? വധിച്ചു, തെരുവിൽ വെച്ച് വധിച്ചു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ഏത് സഖ്യത്തിലായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ഏത് സഖ്യത്തിലായിരുന്നു? ത്രികക്ഷി സൗഹാർദ്ദം, ത്രികക്ഷി സഖ്യം, മൂന്നാം സഖ്യം, ഇവയൊന്നുമല്ല. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ത്രികക്ഷി സഖ്യം. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്നു എന്ത്? ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ത്രികക്ഷി സഖ്യത്തിലായിരുന്നു.
എന്നാൽ യുദ്ധത്തിൻ്റെ ഇടയിൽ ഇറ്റലി നേരെ എന്ത് ചെയ്തു, ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് മാറി. അങ്ങനെ ഈ ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ എന്താണ്, യുദ്ധം കഴിഞ്ഞപ്പോൾ ഇറ്റലി വിജയിച്ച പക്ഷത്തായി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഇറ്റലി ത്രികക്ഷി സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു. യുദ്ധത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ത്രികക്ഷി സൗഹാർദ്ദത്തെ പിന്തുണച്ചു. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി വിജയിച്ച കൂട്ടത്തിലാവുകയും ചെയ്തു. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതൻ അല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ആരുടെ വാക്കുകളാണ്? ഇതൊരു വലിയ കോട്ടിങ്ങാണ്. ആദ്യം ഇതിൻ്റെ കോട്ടിങ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യം അവർ വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തേടിയായിരുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് തൊഴിലാളികളെ തേടിയായിരുന്നു. ഞാനൊരു തൊഴിലാളി അല്ലാത്തത് കൊണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കൾ, അതായത് തൊഴിലാളി നേതാക്കളെ തേടിയായിരുന്നു. ഞാനൊരു തൊഴിലാളി നേതാവ് അല്ലാത്തത് കൊണ്ട് ഞാൻ അവരെ അപ്പോൾ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതൻ അല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഇതൊരു വലിയ ദീർഘമുള്ള വാക്കുകളാണ്. അപ്പോൾ ആരുടെ വാക്കുകളാണ്? പാസ്റ്റർ അർണോസ്, പാസ്റ്റർ ബെഞ്ചമിൻ, പാസ്റ്റർ മാർട്ടിൻ നിമോയിലർ ഇവരാരുമല്ല. ഇതാരുടെ വാക്കുകളാണ്? ഇത് ഉത്തരം ഓപ്ഷൻ സി ആണ്. പാസ്റ്റർ മാർട്ടിൻ നിമോയിലറുടെ വാക്കുകളാണ്. ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോയിലറുടെ വാക്കുകളാണ്. ആരെക്കുറിച്ച്? നാസികളെക്കുറിച്ചുള്ള വാക്കുകളാണ്. അപ്പോൾ നാസികളെ ഓരോരുത്തരെ വേട്ടയാടി നശിപ്പിച്ചതിനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോയിലറുടെ വാക്കുകളാണ് ഇത്. നാസി പാർട്ടി നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? നാസി പാർട്ടി നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഫാസിസ്റ്റുകൾ ഇറ്റലിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങൾ, ഏകദേശം അതുപോലുള്ള ഘടകങ്ങൾ എന്ത് ചെയ്തു? നാസി പാർട്ടി നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിനെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ചതും ഏകദേശം അതേപോലുള്ള ഘടകങ്ങൾ തന്നെയായിരുന്നു. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി, നമുക്കറിയാം വേഴ്സായ് സന്ധി പ്രകാരം ജർമ്മനിക്ക് വൻതോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ ചുമർത്തി ജർമ്മനിയെ നിരായുധരാക്കി. അതുപോലെ എന്ത് ചെയ്തു? വൻ തുക യുദ്ധനഷ്ട പരിഹാരമായിട്ട് അവർക്ക് സഖ്യകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നു, സഖ്യ സൗഹാർദ്ദക്കാർക്ക് കൊടുക്കേണ്ടി വന്നു. അതുപോലെ എന്ത് ചെയ്തു? പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയുടെ മുഴുവൻ കോളനികളും എന്ത് ചെയ്തു? സഖ്യകക്ഷികൾ വീതിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി, അതുപോലെ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയമായ അസ്ഥിരതയും, ഈ മൂന്ന് കാര്യങ്ങളാണെന്ത് നാസി പാർട്ടി നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിനെ ജർമ്മനിയിൽ അധികാരത്തിലെത്തിച്ചാൻ സഹായിച്ച ഘടകങ്ങൾ. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിനെ, നാസി പാർട്ടി നേതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും, അതുപോലെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയമായ അസ്ഥിരതയും, ഈ മൂന്ന് കാര്യങ്ങളാണ് അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഹിറ്റ്ലർ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ ഹിറ്റ്ലർ എന്ത് ചെയ്തു? ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ജൂതന്മാരെ തെരഞ്ഞു കൂട്ടക്കൊല ചെയ്തു. അവരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ചാണ് ഇങ്ങനെ കൂട്ടക്കൊല ചെയ്തത്. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നത് എന്താണ്? ഹോളോക്രോസ്, ഹോളോകാസ്റ്റ്, ഹോളോ ഫെയ്ത്ത്, ഹോളോ ഫാസ്റ്റ്. എന്താണ് ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തത് ആരാണ്? ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് പീഡിപ്പിച്ച് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി. ഈ ഒരു സംഭവം, ഈ ഒരു ജൂത കൂട്ടക്കൊലയാണ് ഹോളോകാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഹിറ്റ്ലറുടെ തിയറി പ്രകാരം എന്താണ്?
ആര്യന്മാരാണ് ഏറ്റവും വലിയ ഉത്തമരായ ആളുകളെന്നും, അപ്പോൾ ജർമ്മൻകാർ ആര്യന്മാരാണെന്നും, അപ്പോൾ ഈ ജൂതന്മാരെന്താണ് അല്ലാത്തവരാണ് എന്നുള്ള ഒരു വർഗീയമായ ലെവലിലായിരുന്നു എന്ത് ഈ ഹോളോകോസ്റ്റ് നടത്തിയത്. അങ്ങനെയാണ് ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തു, ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ ക്രൂരമായ രീതിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഒരു സംഭവത്തെ, ഈ ഒരു ജൂത കൂട്ടക്കൊലയാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നതാണെന്ത് ഹോളോകോസ്റ്റ്. ഈ സംഭവത്തിന് ശേഷം എന്ത് ചെയ്തു, ജൂതന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എന്ത് ചെയ്തു, നാട് വിട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അവരൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച ഒരു സ്ഥലമാണെന്ത് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് നമുക്കിനി പശ്ചിമേഷ്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാനുള്ളൊരു ഭാഗമാണെന്ത് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഹോളോകോസ്റ്റിന് നേതൃത്വം നൽകുന്നതിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യം അറിയപ്പെടുന്നത് എന്താണ്? ചെങ്കുപ്പായക്കാർ, കരിങ്കുപ്പായക്കാർ, തവിട്ടുകുപ്പായക്കാർ, മഞ്ഞക്കുപ്പായക്കാർ. അപ്പോൾ ഹോളോകോസ്റ്റിന് നേതൃത്വം നൽകുന്നതിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തവിട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ്. ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ടുകുപ്പായക്കാർ എന്നാണെന്ത് ഹോളോകോസ്റ്റിന് നേതൃത്വം നൽകുന്നതിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യം അറിയപ്പെടുന്നത്. ചെങ്കുപ്പായക്കാർ നമ്മൾ പറഞ്ഞു മാവോ സേത്തുങ്ങിൻ്റെയാണ് എന്ത് ചെങ്കുപ്പായക്കാർ. അവർ കൂമിന്താങ് കേന്ദ്രം പിടിച്ചടക്കിയത് ചെങ്കുപ്പായക്കാരാണ്. അതുപോലെ കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മുസോളിനിയുടെ ഫാസിസം നടപ്പിലാക്കാൻ മുസോളിനി നിയമിച്ച സൈനിക വിഭാഗമാണെന്ത് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത്. തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട് ആരുടെയാണ്? ഹിറ്റ്ലറുടെ സൈന്യമാണ്. ഹോളോകോസ്റ്റിന് നേതൃത്വം നൽകുന്നതിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യമാണെന്ത് ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സൈന്യ വിഭാഗം. ജൂതന്മാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഹിറ്റ്ലർ നിയമിച്ച രഹസ്യ സംഘം ഏതാണ്? അപ്പോൾ ജൂതന്മാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു, ഒരു രഹസ്യ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഈ രഹസ്യ സംഘം അറിയപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ രഹസ്യ സംഘത്തിൻ്റെ പേരെന്താണ്? 1 തവിട്ടുകുപ്പായക്കാർ, 2 ഗെസ്റ്റപ്പോ, 3 മസൂദ്, 4 കരിങ്കുപ്പായക്കാർ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, ഗെസ്റ്റപ്പോ. അപ്പോൾ ജൂതന്മാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഹിറ്റ്ലർ നിയമിച്ച രഹസ്യ സംഘമാണെന്ത് ഗെസ്റ്റപ്പോ. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ രഹസ്യ സംഘടനയാണെന്ത് ഗെസ്റ്റപ്പോ. ഹിറ്റ്ലറിൻ്റെ ചാര സംഘടനയാണെന്ത് ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജൂതന്മാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഗെസ്റ്റപ്പോ എന്ന പേരിൽ ഒരു രഹസ്യ സംഘത്തെ ഹിറ്റ്ലർ നിയമിച്ചത്. തവിട്ടുകുപ്പായക്കാർ എന്താണ് ഹോളോകോസ്റ്റ് നടപ്പിലാക്കാൻ നേതൃത്വം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച സൈന്യമാണ് എന്ത് തവിട്ടുകുപ്പായക്കാർ. മസൂദ് എന്താണ്? മസൂദ് ഇസ്രായേലിൻ്റെ ചാര ഏജൻസിയാണ് എന്ത് മസൂദ് എന്ന് പറയുന്നത്. കരിങ്കുപ്പായക്കാർ നമ്മൾ പറഞ്ഞു മുസോളിനിയുടെ ഫാസിസം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സൈനിക വിഭാഗമാണെന്ത് കരിങ്കുപ്പായക്കാർ. അപ്പോൾ ജൂതന്മാരെ നിരീക്ഷിക്കാൻ വേണ്ടി ഹിറ്റ്ലർ നിയമിച്ച രഹസ്യ സംഘം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഗെസ്റ്റപ്പോ. ഗെസ്റ്റപ്പോ രഹസ്യ സംഘം ഹിറ്റ്ലർ. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാനാണ്. താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മളോട് വ്യക്തിയെ തിരിച്ചറിയാനാണ്. ഒന്നാമത്തെ സൂചന, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതാന്ത്യം വരെ, അതായത് മരണം വരെ പോരാടിയ വിപ്ലവകാരി. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യ മന്ത്രി. അപ്പോൾ കാബൂൾ ആസ്ഥാനമാക്കി ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാർ സ്ഥാപിച്ചതാരാണ്? രാജാ മഹേന്ദ്ര പ്രതാപാണ്. അതിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ഈ പറയുന്ന ആൾ. മൂന്നാമത്തത്, ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശിയൻ. ഇദ്ദേഹം എന്താണ്? ഒരു മലയാളി കൂടിയാണ്. അപ്പോൾ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനും ഇദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മലയാളി കൂടിയാണ്. അപ്പോൾ സൂചനകളിൽ നിന്ന് ആളെ തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് സൂചനകൾ. അപ്പോൾ ആളാരാണ്? ഓപ്ഷൻ എ മോഹൻ സിംഗ്, ഓപ്ഷൻ ബി ബാരിസ്റ്റർ GP പിള്ള, ഓപ്ഷൻ സി ചെമ്പകരാമൻ പിള്ള, ഓപ്ഷൻ ഡി വേലായുധൻ തമ്പി. ആരാണ് ഈ സൂചനകളിൽ നിന്നുള്ള ഈ ഒരു വ്യക്തി? ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെമ്പകരാമൻ പിള്ളയാണ്. ആരാണ്? ചെമ്പകരാമൻ പിള്ളയാണെന്ത് ഈ പറഞ്ഞ ആൾ. അപ്പോൾ ചെമ്പകരാമൻ പിള്ളയുടെ പ്രത്യേകതകൾ എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് ആര്? ചെമ്പകരാമൻ പിള്ള. അതുപോലെ കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച
ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രിമാരായിരുന്നു ചെമ്പകരാമൻ പിള്ളയായിരുന്നു. അതുപോലെ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയൻ ആരായിരുന്നു? അതും ചെമ്പകരാമൻ പിള്ളയായിരുന്നു. ഇദ്ദേഹം എന്താണ്, ഒരു മലയാളി കൂടിയാണ്. അപ്പോൾ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയൻ ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രി അതും ആരാണ്? ചെമ്പകരാമൻ പിള്ളയാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിൽ ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ചെമ്പകരാമൻ പിള്ള എന്നാണ് ഉത്തരം വരിക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ 4 ടൈപ്പ് ചോദ്യങ്ങൾ, 4 or 5 ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത്രയും എന്താണ്, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു പോകുമ്പോൾ അത്രയും നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങളൊന്നും കൂടി നോക്കാം. കാബൂൾ ആസ്ഥാനമാക്കി ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാർ സ്ഥാപിച്ചതാരാണ്? രാജാ മഹേന്ദ്ര പ്രതാപാണ്. അതിൽ വിദേശകാര്യമന്ത്രി ആരാണ്? ചെമ്പകരാമൻ പിള്ളയാണ്. അതുപോലെ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയൻ ആരാണ്? അതും ചെമ്പകരാമൻ പിള്ളയാണ്. ഇനി മലയാളി എന്ന് ചോദിച്ചാൽ അതും ചെമ്പകരാമൻ പിള്ളയാണ്. നാസികളുടെ പിടിയിലകപ്പെട്ട് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെട്ട, അവിടെ വെച്ച് തൻ്റെ സഹോദരിയോടൊപ്പം മരണമടഞ്ഞ ജൂത പെൺകുട്ടി ആരാണ്? അപ്പോൾ നാസികളുടെ പിടിയിൽപ്പെട്ടുകൊണ്ട് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെട്ട് അവിടെ സ്വന്തം സഹോദരിയോടൊപ്പം മരണമടഞ്ഞ ജൂത പെൺകുട്ടി ആരാണ്? ആൻ ഫ്രാങ്ക്ലിൻ, ആൻ ക്രിസ്റ്റ്യൻ, ആൻ ഫ്രാങ്ക്, ആൻ സാങ് സൂചി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൻ ഫ്രാങ്ക് ആണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്താണ്, പ്രശസ്തമാണ്. അത് ജൂതന്മാരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ദുരിത ജീവിതത്തെയൊക്കെ വിവരിക്കുന്നുണ്ട്. ഒരു ഡയറി കുറിപ്പാണെന്ത്, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജൂതന്മാരുടെ പിടിയിൽപ്പെട്ട് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് അടക്കപ്പെട്ട് അവിടെ വെച്ച് മരണമടഞ്ഞ ബാലികയാണ്, ജൂത പെൺകുട്ടിയാണ് ആര്? ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത്. അവരുടെ സഹോദരിയും കൂട്ടത്തിലുണ്ടായിരുന്നു. 2 പേരും അവിടെ വെച്ചാണ് മരണമടഞ്ഞത്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്താണ്, ജൂതന്മാരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പീഡന ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഡയറി കുറിപ്പാണെന്ത്, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്നുള്ളത്. ലോകപ്രശസ്തമായൊരു കുറിപ്പാണെന്ത്, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, 20ാമത്തെ ചോദ്യമാണ്. 2ാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം 1914-18, 29-35, 39-45, 39-46. അപ്പോൾ 2ാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ഏതാണ്? ഇതിൽ 2ാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1939 മുതൽ 1945 വരെയാണെന്ത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത്. 2ാം ലോക മഹായുദ്ധ കാലഘട്ടം ഏതാണ്? 1939 മുതൽ 1945 വരെയുള്ള 6 വർഷക്കാലമാണെന്ത് 2ാം ലോക മഹായുദ്ധം കാലഘട്ടം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷമാണെന്ത് 1945 ഒക്ടോബർ 24-നാണെന്ത് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ UNO രൂപീകൃതമായത്. അപ്പോൾ ആ വർഷം തന്നെയാണെന്ത് 2ാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം എന്ന് പറയുന്നത്. അപ്പോൾ 1939 മുതൽ 45 വരെയാണെന്ത് 2ാം ലോക മഹായുദ്ധം. ഇതേ 2ാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷമാണെന്ത് UNO അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന സംഘടന, ആഗോള സംഘടന സ്ഥാപിതമായത്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത്. ഒക്ടോബർ 24-നാണെന്ത് UN ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ 1914-18 പ്രത്യേകത എന്താണ്? 1914 മുതൽ 18 വരെയാണെന്ത് 1ാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1914 മുതൽ 18 വരെ എന്നുള്ളത്. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെ, ഏകദേശം 6 വർഷക്കാലമാണ്. 1ാം ലോക മഹായുദ്ധം 4 വർഷമായിരുന്നെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 6 വർഷമാണ്, ഏകദേശം 6 വർഷ കാലഘട്ടമാണ്. അപ്പോൾ ഇതാണെന്ത് 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും കാലഘട്ടം. രണ്ടും പ്രധാനപ്പെട്ടതാണ്, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1914-ലാണ് 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചത്, 18-ൽ അവസാനിച്ചു. 39-ലാണ് 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചത്, 45-ൽ അവസാനിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. ഏകദേശം ഒരു 20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ്, ഇതോടെ നമുക്ക് ഈ ഒരു ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി കാണാം.
അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.